കഠിനമായ പരീക്ഷണങ്ങളിലൂടെയാണ് യൂസുഫ് നബിയുടെ യൗവനം കടന്നുപോയത്. കിണറ്റിൽ നിന്നും രക്ഷപ്പെടുത്തിയ യാത്രാസംഘം ഈജിപ്തിലെ അടിമച്ചന്തയിലെത്തിച്ച യൂസുഫ് നബിയെ അവിടുത്തെ ധനമന്ത്രിയായ അസീസ് വിലയ്ക്ക് വാങ്ങി. കൊട്ടാരസമാനമായ ആ വീട്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ വളർച്ച. പ്രായപൂർത്തിയായതോടെ അല്ലാഹു അദ്ദേഹത്തിന് അസാമാന്യമായ സൗന്ദര്യവും അറിവും നൽകി അനുഗ്രഹിച്ചു. എന്നാൽ ആ സൗന്ദര്യം തന്നെ അദ്ദേഹത്തിന് വലിയൊരു പരീക്ഷണമായി മാറി. അസീസിന്റെ ഭാര്യ സുലൈഖ അദ്ദേഹത്തിൽ അനുരക്തയാവുകയും തെറ്റായ കാര്യത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. കൊട്ടാരത്തിലെ വാതിലുകളെല്ലാം അടച്ച് അവൾ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചു. എന്നാൽ അല്ലാഹുവിനോടുള്ള ഭയവും തന്റെ യജമാനനോടുള്ള നന്ദിയും മുൻനിർത്തി അദ്ദേഹം ആ പ്രലോഭനങ്ങളെ അതിശക്തമായി നേരിട്ടു. അവിടെ നിന്നും ഓട്ടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ സുലൈഖ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്നും വലിച്ചുകീറി. ആ സമയത്താണ് അസീസ് അവിടേക്ക് വരുന്നത്. തന്റെ കുറ്റം മറയ്ക്കാൻ സുലൈഖ യൂസുഫ് നബിക്കുമേൽ കുറ്റം ചുമത്തി. എന്നാൽ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്നാണ് കീറിയതെന്ന് കണ്ടപ്പോൾ അദ്ദേഹം നിരപരാധിയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. എങ്കിലും ഈ സംഭവത്തെ തുടർന്നുണ്ടായ അപമാനം ഒഴിവാക്കാൻ അവർ യൂസുഫ് നബിയെ ജയിലിലടച്ചു. ജയിലിലും അദ്ദേഹം തന്റെ സ്വഭാവമഹിമ കൈവിട്ടില്ല. അവിടെയുള്ളവർക്ക് അല്ലാഹുവിന്റെ സന്ദേശം പകർന്നു നൽകുകയും സഹതടവുകാരുടെ സ്വപ്നങ്ങൾക്ക് കൃത്യമായ വ്യാഖ്യാനം നൽകുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിലെ രാജാവ് കണ്ട വിചിത്രമായൊരു സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആർക്കും സാധിക്കാതെ വന്നപ്പോൾ ജയിലിലുള്ള യൂസുഫ് നബിയെക്കുറിച്ച് അവർ ഓർത്തു. 7 വർഷത്തെ സമൃദ്ധിക്ക് ശേഷം വരാനിരിക്കുന്ന കഠിനമായ 7 വർഷത്തെ വരൾച്ചയെക്കുറിച്ച് അദ്ദേഹം രാജാവിന് മുന്നറിയിപ്പ് നൽകി. അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയിലും സത്യസന്ധതയിലും ആകൃഷ്ടനായ രാജാവ് യൂസുഫ് നബിയെ ജയിൽ വിമുക്തനാക്കി. താൻ നിരപരാധിയാണെന്ന് ലോകത്തിനു മുന്നിൽ തെളിയിക്കപ്പെട്ട ശേഷമേ അദ്ദേഹം ജയിൽ മോചിതനായുള്ളൂ. ഒടുവിൽ ഈജിപ്തിലെ സാമ്പത്തിക കാര്യങ്ങളുടെയും ഭക്ഷ്യസംഭരണത്തിന്റെയും പൂർണ്ണ ചുമതല രാജാവ് അദ്ദേഹത്തെ ഏൽപ്പിച്ചു. അങ്ങനെ അടിമയായി വന്ന യൂസുഫ് നബി തന്റെ ക്ഷമയും ദൈവഭയവും കാരണം ആ രാജ്യത്തെ ഏറ്റവും വലിയ അധികാരസ്ഥാനത്ത് എത്തിച്ചേർന്നു.